എടാ ബ്രോ, ചില മ്യൂച്വൽ ഫണ്ടുകളുടെ മുമ്പിൽ ഡി എന്നും ചില മ്യൂച്വൽ ഫണ്ടുകളുടെ മുമ്പിൽ ആർ എന്നും എഴുതിയിരിക്കുന്നത് എന്താ? നോക്ക്, ഡി എന്നാൽ ഡയറക്റ്റ് പ്ലാൻ, ആർ എന്നാൽ റെഗുലർ പ്ലാൻ. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ? ചുരുക്കി പറഞ്ഞാൽ അവ വെറും രണ്ട് വ്യത്യസ്ത ഓപ്ഷനുകൾ മാത്രമാണ് ഒരേ മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ. ഡയറക്റ്റ് പ്ലാൻ എന്നാൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നു നേരിട്ട് ഒരു AMCയിൽ നിന്ന്. അതേസമയം റെഗുലർ പ്ലാൻ എന്നാൽ നിങ്ങൾ വാങ്ങുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് വിതരണക്കാരനിൽ നിന്നാണ്. ഇതിനായി മ്യൂച്വൽ ഫണ്ട് കമ്പനി കമ്മീഷനോ ബ്രോക്കറേജോ നൽകുന്നു വിതരണക്കാരന്. അതിനാൽ റെഗുലർ പ്ലാനിന് ഉയർന്ന എക്സ്പെൻസ് അനുപാതമുണ്ട് ഒരു ഡയറക്റ്റ് പ്ലാനിനേക്കാൾ. ഒരു ഡയറക്റ്റ് പ്ലാനിൽ നിങ്ങൾ ട്രാക്ക് ചെയ്യുകയും നിരീക്ഷിക്കുകയും വേണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ സ്വയം നിങ്ങൾ തന്നെ. അതേസമയം ഒരു റെഗുലർ പ്ലാനിൽ ഈ കാര്യം ചെയ്യാൻ വിതരണക്കാരൻ നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ രണ്ടുപേർക്കും അവരവരുടേതായ നേട്ടങ്ങളുണ്ട്. ഡയറക്റ്റ് പ്ലാൻ അത്തരം നിക്ഷേപകർക്ക് ഒരു മികച്ച ഓപ്ഷനാണ്, ശരിയായ മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാനും പോർട്ട്ഫോളിയോ സ്വയം മാനേജ് ചെയ്യാനും അറിയുന്നവർക്ക്. അപ്പോൾ റെഗുലർ പ്ലാൻ നോക്കൂ, ശരിയായ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുക എന്നത് മിക്ക നിക്ഷേപകർക്കും ഒരു വെല്ലുവിളിയാണ്. ഒരു റെഗുലർ പ്ലാനിൽ ഒരു വിദഗ്ധന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. നിങ്ങളുടെ നിക്ഷേപ യാത്രയിൽ ഫണ്ടുകൾ ശുപാർശ ചെയ്തുകൊണ്ടും നിങ്ങളുടെ നിക്ഷേപ പ്രൊഫൈലിനെ അടിസ്ഥാനമാക്കി നിങ്ങളെ സഹായിക്കുകയും ചെയ്തുകൊണ്ടും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കാര്യക്ഷമമായി ആസൂത്രണം ചെയ്യാം. ഓഹോ, ഇപ്പോ മനസ്സിലായി. എന്റെ കമ്മീഷൻ താ. പിന്നെ താങ്കൾ മറക്കരുത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ ഞങ്ങളുടെ ചാനലിൽ ഇത്തരം കൂടുതൽ കണ്ടന്റുകൾക്കായി. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.